വീണ്ടും ഒരു 22 ദിവസത്തിന് ശേഷം ഞാൻ ഇന്നും ഒരു വീഡിയോ ഇട്ട് കൊടുക്കും കേട്ടോ. ഒന്നും പറയണ്ട, തിരക്കുകൾ തന്നെയായിരുന്നു. ഈ വിരുന്ന് പോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുന്ന തന്നെയായിരുന്നു. സത്യം പറഞ്ഞ് ഇവന്മാരുടെ കാര്യം രാവിലെ തുറന്നു വിട്ട് ഇങ്ങനെ വരിക എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. വൈകിട്ട് കയറ്റുക, അന്നേരം 2 നേരം ഒന്ന് നോക്കണം എന്നല്ലാതെ ഇവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും നോക്കാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. അതേപോലെ നല്ല തിരക്കും കാര്യങ്ങളുമായിരുന്നു. പിന്നെ അതിനനുസരിച്ച് തന്നെ മടി. ഈ കുറേ ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നല്ല മടിയുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ആ കുഞ്ഞന്മാരെല്ലാവരും വലുതായി തുടങ്ങിയതാട്ടോ. ഇപ്പോൾ എല്ലാവരും കാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് മുട്ടയിടാനുള്ള. പിന്നെ കൂടുതൽ ഇതേ ഇവളൊക്കെ പൊരുന്നാൻ തുടങ്ങി. വീണ്ടും മിക്ക തള്ളകളും പൊരുന്നിക്കൊണ്ടിരിക്കുക. 1-2 പേരെ മുട്ടയിടണുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ടർക്കി പൂവനാന്നും പറഞ്ഞ് ഇത്രയും നാൾ കടന്ന് അത് മുട്ടയൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതേ പുള്ളിക്കാരി വീണ്ടും ഇതേ പൊരുന്നിരുന്ന് തുടങ്ങി. ഫസ്റ്റ് ടൈം അതിൻ്റെ അടിയിലൊരു കോഴി ഇരിക്കണുണ്ടോ. എല്ലാവരും കൂടി തിങ്ങിക്കൂടി അവിടെ തന്നെയാണ്. ഞാനെടുത്ത് മാറ്റിയിട്ടൊന്നും ഇരിക്കണില്ല. അവിടെ ഇരിക്കണതിന് മുട്ടയില്ല, അവിടെ വെറുതെ ഇരിക്കുമോ സത്യം പറഞ്ഞാൽ. ഏതായാലും എത്ര നാൾ വരെ ഇരിക്കുമെന്നൊന്ന് നോക്കാമെന്ന് ഓർത്ത്. പിന്നെ അതൊക്കെ നമ്മുടെ താടിയൊക്കെ കറക്റ്റ് പറഞ്ഞാൽ പൊരുന്നിരുന്നുകൊണ്ടിരിക്കുക. ആരുടെയും മുട്ടയില്ല. കാരണം മുട്ടയൊക്കെ ഒത്തിരി പേര് വന്ന് ചോദിച്ചുകൊണ്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോത്തൂട്ടിൻ്റെ മൂക്ക് കുത്തിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് നമ്മുടെ മൃഗാശുപത്രിയിൽ നിന്ന് ആൾ വന്ന് മയക്കിയിട്ടൊക്കെയാണ് മൂക്ക് കുത്തിയത്. എനിക്കതിന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ആളുടെ മൂക്ക് കുത്തിയപ്പോൾ ആൾ പക്ക സൈലൻ്റായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ഓട്ടമൊക്കെ ഓടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു അനിയൻ ചെറുക്കനെ ഇട്ട് കറക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്തോ ദൈവപുരത്തിന് അവൻ ചാണാക്കുഴി പോയില്ല, അവൻ പോയേനെ. നമ്മുടെ പൂവന്മാരുടെ കൂട്ടത്തിൽ കയറി വന്ന ഒരുത്തനാണ്. 7 കളറാണോ എന്നറിയില്ല. നമ്മൾ അപ്പുറത്തുനിന്ന് മുട്ട കൊണ്ടുവന്ന കൂട്ടത്തിലുള്ളതാണ്. ഏതായാലും സെറ്റായി വരട്ടെ. അവനെ നമ്മൾ അത് കാരണം നിർത്തിയാണ്. പിന്നെ ജയിൽവാസം എല്ലാം കഴിഞ്ഞ് ജിനീനെ തുറന്നു വിട്ട് തുടങ്ങിയായിരുന്നു. അവൻ അത് കാരണം പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ടർക്കി പുള്ളിയാണോ പുള്ളിക്കാരത്തിയാണോ എന്നറിയില്ല. ആൾക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റേ വെള്ള ടർക്കി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം. അത് കാരണം പതിയൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ. ഭയങ്കര ക്ഷീണിതനായി ഇരിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും. പിന്നെ അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഓടും കേട്ടോ. കാരണം ചിലപ്പോഴൊക്കെ നല്ല കൊത്ത് കിട്ടും അവന്മാരുടെ കയ്യിൽ നിന്ന്. പിന്നെ നമ്മുടെ ഗിനിക്കോഴി ഇടയ്ക്കിടയ്ക്ക് പോവാൻ പണി ഒപ്പിക്കുമെങ്കിലും പിന്നെ ഇപ്പം നല്ല സൈലൻ്റ് ആയേക്കുക. നമ്മുടെ ആ പുള്ളിപ്പൂവനില്ലേ കാപ്പിരി, അവൻ്റെ കുഞ്ഞുങ്ങളാട്ടോ ഇത്താണ് ഇറങ്ങിയേക്കണേൽ. നമുക്ക് 2 കുഞ്ഞ് ഇവന്മാരെ കിട്ടിയിട്ടുള്ളൂ. പൂവന്മാരാണ് 2 പേരും. പിന്നെ ഈ വയറ്റിൽ ഇത് കൂടിയത് ഒരു പെടയാണോ എന്നിങ്ങനെ വീട്ടിൽ സംശയം പറയണമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പൂവനാന്ന് തന്നെയാണ് പറയണത്. ഇനി ഈ ബാച്ചിൽ ഇത്താണ് ഏതാണ്ട് 10 കുഞ്ഞിറങ്ങിയാൽ ആകെ 6 കുഞ്ഞിനെ നമുക്ക് ബാലൻസ് കിട്ടിയുള്ളൂ. ബാക്കി കല്യാണത്തിൻ്റെ തിരക്കും മറ്റൊക്കെ ആയിരുന്നുകൊണ്ട് ഗീരിയായിട്ടും പട്ടിയായിട്ടും ഒക്കെ ഓരോന്നെ പിടിച്ചുകൊണ്ട് പോയി. അവന്മാരെ ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള പരിപാടിയിലാണ്. ഒത്തിരി പേര് നമ്മളോട് കുഞ്ഞുങ്ങളെയൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അടുത്ത ഇതിൽ പോലെ നമ്മൾ മുട്ടകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി വീണ്ടും ബാക്കിംഗ് ആക്ഷൻ.